നമ്മൾ രാവിലെ നക്ഷത്രപ്പുളി പറിക്കാനായിട്ട് വന്നേക്കുവാണേ. മാമൻ്റെ വീട്ടിലാണ് വന്നേ. കുറേ നക്ഷത്രപ്പുളി ഉണ്ട്. കുറേ നാളായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറേ കൊഴിഞ്ഞൊക്കെ പോയി, എന്നാലും നമുക്ക് പറിക്കാനുള്ളതുണ്ട് കേട്ടോ. നമ്മൾ നക്ഷത്രപ്പുളി കഴിഞ്ഞ പ്രാവശ്യം ഉപ്പിലിട്ടുണ്ടായിരുന്നു. നമുക്കിത് വേണമെങ്കിൽ കുറച്ച് അച്ചാറിടുകയും ചെയ്യാം. പിന്നെ അരിഷ്ടമിടാനും നല്ല കേട്ടോ, വൈനിടാനായിട്ട് നല്ലതെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇതുവരെ വൈനിട്ടിട്ടില്ല, വൈനിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ വൈനിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ ആയിട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ വരുന്ന ആർക്കെങ്കിലൊക്കെയാണെങ്കിൽ കഴിക്കാനൊക്കെ ആയിട്ട് കൊടുത്ത് വേഗം തീരും. അപ്പോൾ ഇതൊന്ന് വൈനിട്ട് നോക്കാമെന്നുണ്ട് കേട്ടോ. അത് കുറച്ച് അധികം ഉണ്ടാവും, അതുകൊണ്ട് വിചാരിച്ച് വൈനിടാന്നേ. ഉണ്ടോ, അത്യാവശ്യം വലിപ്പമുള്ളതും ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് പഴുത്താട്ടോ ഇത്. കുറേ പച്ചയും കുറച്ച് പഴുത്തത് വയ്ക്കുക. വൈനിടാൻ എനിക്ക് തോന്നണു എല്ലാം പറ്റുമായിരിക്കും. പച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പുളിയും പഴുത്തിന് ചെറിയൊരു മധുരവും. എനിക്ക് നക്ഷത്രപ്പുളി നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതിന് ഒരുപാട് പുളിയും ഇല്ല, അന്ന് ചെറിയൊരു മധുരമൊക്കെ ആയിട്ട്. പുളി എന്നൊന്നും പറയാനായിട്ടില്ല. പഴുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ചെറിയ മധുരം തന്നെയുള്ളൂ. എനിക്കിഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ്. കുഞ്ഞൻ നക്ഷത്രപ്പുളി തനുവിന് ഇഷ്ടമാണ് കേട്ടോ. തനുവിന് സാധാരണ നമ്മൾ ഈ പുളിയുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അത്ര വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ നക്ഷത്രപ്പുളി മാത്രം കഴിക്കും. ഇതിന് ഒരുപാട് പുളി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇത് കുറച്ച് പൊക്കത്തിലുള്ളതാണ്. ഏണി കയറി നിന്നിട്ടിപ്പോൾ പറിച്ചെടുക്കുന്നത്. പിള്ളേരൊക്കെ ഉണ്ട്, എല്ലാവരും താഴെയുണ്ട്. നമ്മളെ സഹായിക്കാൻ വന്നേക്കുക. മരത്തിലുള്ളത് ഗ്രീൻ നെറ്റ് പിടിച്ചിട്ട് കുലുക്കി നമ്മൾ ചടിച്ചു കേട്ടോ. ഇത് കുറച്ച് അധികം കിട്ടിയിട്ടുണ്ടേ. എല്ലാം ചാക്കിലാക്കിയിട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം. പിള്ളേരെല്ലാവരും കൂടി സഹായിക്കുക കേട്ടോ. ഒരു ചാക്കോളം ഉണ്ടാവും. നക്ഷത്രപ്പുളി പറിച്ചെടുത്തു കേട്ടോ. ഒരു ചാക്കിൽ അരച്ചാക്കും, പിന്നെ ഒരു സഞ്ചിയിലും പിന്നെ കൊട്ടയിലും ഇത്രയും ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടെ നമുക്ക് ചാക്കിലോട്ട് ഇട്ടിട്ട് കൊണ്ടുപോകാം. ചാക്കി മൊത്തം കൊള്ളുമെന്നറിയില്ല, അത്രയും ഉണ്ട് കേട്ടോ. നക്ഷത്രപ്പുളി കൊണ്ടിട്ട് നന്നായിട്ട് കഴുകി ഉണക്കി വേണം വൈനിടാനായിട്ട്. കഴിക്കുക കേട്ടോ. അമ്മ അപ്പവും ചെറുപയർ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കട്ടാ. പുളി കൊണ്ടുവന്ന് നമുക്കിതൊന്ന് കഴുകാൻ നന്നായിട്ട് ഒന്ന് ഉണങ്ങാനായിട്ട്. പിന്നെ എവിടെയെങ്കിലും ഒന്ന് കുറച്ച് നേരം ഒന്ന് എന്തെങ്കിലും തുണി വിരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റ് ഇട്ടോ അതിലൊന്ന് മൊത്തം ഇടണേ. ഒന്ന് വെള്ളം ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്കെടുത്തിട്ട് വൈനിടാം. നമുക്ക് അരിഷ്ടം എന്ന് വരുള്ളൂ. നെല്ലിക്ക അരിഷ്ടം ഇട്ടിട്ട് എപ്പോഴും അരിഷ്ടം എന്ന് പറയും, വായിൽ വരത്തുള്ളൂ. കഴിക്കട്ടേനെ. നമുക്കിന്ന് ഉച്ചത്തേക്ക് ചോറ് വെക്കുന്നില്ല കേട്ടോ. ചക്ക പുഴുങ്ങാമെന്ന് വിചാരിച്ചു. നല്ല മത്തി വാങ്ങിയിട്ടുണ്ട്. മത്തിയും ചക്കപ്പുഴുക്കും ആക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ മുറ്റത്ത് തന്നെ ചെറിയ ചക്കയാണേ, കുഞ്ഞ് ചക്ക, ഒരുപാട് വലുപ്പമൊന്നും വെച്ചിട്ടില്ല, പക്ഷെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചക്കയും ഇടാം. പിന്നെ താഴെയായിട്ട് ചോട്ടിലായിട്ടൊരു ചക്കയും കൂടി ഉണ്ട്. അങ്ങനെ 2 ചക്കയുണ്ട് കേട്ടോ. അതിട്ടിട്ട് നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. പഴുപ്പിക്കാമെന്ന് വിചാരിച്ചായിരുന്നേ. അപ്പം മത്തി കണ്ടപ്പോൾ മനസ്സ് മറിയുന്നു. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചക്കപ്പുഴുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്ക കത്തി കൊണ്ട് മുറിക്കുന്നില്ല കേട്ടോ, നമുക്ക് കൈ കൊണ്ട് എത്തുന്നതുകൊണ്ട് ഇരിഞ്ഞങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല കറയുള്ള ചക്കയാണേ, ഒരുപാട് കറയുണ്ട്. നമ്മൾ പഴുത്ത ചക്കയാണെങ്കിൽ പോലും കഴിച്ച് കഴിയുമ്പോൾ പല്ലിൻ്റെ അടിയിലൊക്കെ കറയായിട്ടുണ്ടാവും. കുറച്ച് നേരം ഇവിടെ വെക്കാം, കുറേ ചക്കക്കറി അങ്ങ് പോട്ടെ. രാവിലെ മത്തി വാങ്ങിയിട്ടായിരുന്നു കേട്ടോ. ഇന്ന് ചോറ് വെച്ചില്ല, ചക്കപ്പുഴുക്കും മത്തിക്കറി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറ് വെച്ചാൽ മതിയല്ലോ. നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 സൈസിലുള്ള മത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നെയ്യില്ലാത്തതും പിന്നെ നെയ്യുള്ളതും. നെയ്യുള്ള മത്തി നോക്കിയിട്ടാണ് വാങ്ങിയത്. അതിൻ്റെ അകത്ത് മീൻ്റെ മുട്ടയില്ലേ, അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ നന്നായിട്ട് വെട്ടിയെടുത്ത് കല്ലുപ്പൊക്കെ ഇട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. 1.5 കിലോളം മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കിട്ടിയത് നല്ല മത്തിയായിരുന്നേ. സാധാരണ നമുക്ക് അങ്ങനെ എപ്പോഴും കിട്ടാറില്ല, പക്ഷെ ഇന്ന് എന്തായാലും നല്ല മത്തിയായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പഴകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് മീൻകറി വെക്കാം കേട്ടോ. മീൻ വെട്ടി വൃത്തിയാക്കി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് മീൻ വറക്കാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. മത്തി മുറിച്ചിട്ടില്ല, സാധാരണ നമ്മൾ മുറിച്ചിട്ടാണ് കറി വെക്കുക. ചക്കപ്പുഴുക്കിനായതുകൊണ്ട് മുറിക്കാതെ കറി വെക്കാമെന്ന് വെച്ചാൽ നീളത്തിലിരിക്കട്ടെ. ചക്കപ്പുഴുക്കിൻ്റെ മുകളിൽ നീളത്തിൽ മത്തി ഇങ്ങനെ ഒഴിച്ച് നമ്മളെവിടെയെങ്കിലും പോയി കഴിക്കാം. നല്ല രസമല്ലേ കാണാൻ തന്നെ. ഈ
ചോറിൻ്റെ കൂടെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ചക്ക, കപ്പ അങ്ങനത്തെ പുഴുക്കിൻ്റെ കൂടെ നമ്മൾ മിക്കവാറും ഷാപ്പിലൊക്കെ പോകുന്ന സമയത്ത് അവർ മീൻ മുറിക്കാതെ ആയിരിക്കും തരിക. അപ്പോൾ അതേപോലെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടുക് വറുക്കട്ടെ. കടുക് വറുത്തേ ഇതിലോട്ട് കറിവേപ്പില ഇടുക, പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇടുവാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ പൊടി ഇടുക കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇടണം. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഇതൊന്ന് ഇച്ചിരി ആയിട്ടിട്ടാലും കുഴപ്പമില്ല. മീനിലോട്ട് നമ്മൾ വറുത്ത അരപ്പ് ചേർത്തു. ആവശ്യത്തിന് വെള്ളവും പുളിയും കൂടി ചേർക്കുക. വെള്ളം കുറച്ചുകൂടെ വേണേ, ചക്കപ്പുഴുക്കനായതുകൊണ്ടാണ്. കുറച്ച് വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ചാറ് നീട്ടിയാണ് വെച്ചേക്കുന്നത്. അടച്ചു വെക്കാം, ഞാൻ വേവട്ടെ. ഇത് ഒരു പഴമാട്ടോ. നമ്മുടെ ഇവിടെ ഈ പറമ്പിൽ കൂടെയൊക്കെ ഉണ്ടാവും. കഴിക്കാനൊരു രസമുള്ളൊരു പഴമാട്ടോ. അതിൻ്റെ പേര് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയലൊന്നുമില്ല. പിന്നെ പേരെന്താണെന്ന് അറിയുന്നൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. കഴിച്ചിട്ടുണ്ടോ എന്നും പറയണേ. ഇതിൻ്റെ ഉള്ളിൽ നല്ല പഴുത്താണെങ്കിൽ മധുരം ഉണ്ടാവും. അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്ന വഴിക്ക് പറിച്ചിട്ട് വന്നത് ഇതുപോലെ ഉണ്ട്. ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ കേട്ടോ. പഴുത്തതിന് നല്ല മധുരം ഉണ്ട് കേട്ടോ. ചെറിയ പുളിയും മധുരവും പുളിയൊക്കെ കൂടിയിട്ടാണ്. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുറേ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ വണ്ടിയിൽ പോകുന്നതുകൊണ്ട് കാണുന്നില്ല കേട്ടോ. റോഡ് സൈഡിലും പറമ്പിലൊക്കെ കൂടുതൽ, പറമ്പിനെ ഉള്ളതിനെക്കാട്ടിയും കൂടുതൽ റോഡ് സൈഡുകളിലുണ്ടാവുക. ചക്ക വെട്ടി അമ്മ വൃത്തിയാക്കാൻ തുടങ്ങി. ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് പോയേക്കുമായിരുന്നു. എന്തോ ആണോ? ഈച്ച വന്ന് കണ്ണി കുത്തിയോ? മരുന്ന് ഒഴിച്ചു കൊടുത്ത കണ്ണില്. കൂട്ടത്തിൽ പോകുന്ന ആൾക്കാർ ഈച്ച വന്ന് കണ്ണി കുത്തും. അമ്മൂമ്മേനെയും കുത്തും, തനുവിനെയും കുത്തുന്നു. കുഴപ്പമില്ലാത്ത കട്ടിയുള്ള ചുളയാണേ, തീരെ ചെറുതുമല്ല. കുഞ്ഞു ചക്കയാണേലും ചുളയ്ക്ക് വലുപ്പമുണ്ട്. ഇപ്പൊ എവിടെ പോകാനാ ഒരുങ്ങി നിൽക്കുന്നത്? എവിടെ പോവുക? അമ്മൂമ്മ അപ്പൂപ്പനൊന്നും ഇന്ന് പോകണില്ല. വൈകുന്നേരം എങ്ങാനും പോകുന്നുണ്ടെങ്കിലേ ഉള്ളൂ. മീൻകറി ആയിട്ടുണ്ടേ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇറക്കാൻ പോവാ. നല്ല ചാറുണ്ട്. പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇറക്കുവാണേ. നമുക്കേ അച്ഛമ്മേനെ ആക്രിക്കാരന് കൊടുത്താലോ? അല്ല, ഒരു കാര്യം പറട്ടെ. അച്ഛമ്മേനെ ആക്രിക്കാരന് കൊടുക്കുവാണെങ്കിൽ ആക്രിക്കാരൻ പറഞ്ഞാൽ വണ്ടി തരാന്ന്. ഏതാ വണ്ടി? വേണ്ട, അച്ഛമ്മേനെ കൊടുക്കണ്ട. വേണ്ട, കൊടുക്കണില്ല. ഞാൻ പോവില്ലെന്നേ. കൊച്ചിനെ വിട്ടിട്ട് അച്ഛമ്മ എവിടെ പോവില്ല കേട്ടോ. അച്ഛനെ കൊടുക്കണോ? അച്ഛനെ കൊടുക്കാം അല്ലേ? അച്ഛനി കുഞ്ഞിന് കടലമുട്ടായി വാങ്ങിട്ട് വരില്ല. എന്തായാലും കിട്ടണമെങ്കിൽ അച്ഛനുണ്ടല്ലേ കാര്യമുള്ളൂ. പിന്നെ അച്ഛന്റെ വണ്ടിയിലും കേട്ടില്ല. ഇന്നലെ കൊണ്ടുവന്ന് ഒരു മുട്ടായി മേടിച്ചോണ്ട് കൊടുത്തിട്ടാണ്. മുന്തിരിയും വാങ്ങിയിട്ട് വരില്ല പാലക്കാട് പോകുമ്പോ. അപ്പൊ അച്ഛനെ കൊടുത്തേക്കാം അല്ലേ? ചക്കയെല്ലാം നന്നാക്കി എടുത്തു. ഇനി അരിയാനായിട്ട് പോവുകയാണേ. ഇത് 2 ചക്കയുണ്ട് കേട്ടോ. കുറച്ച് വലുതായിട്ടാട്ടോ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ വെന്തോളും ചക്ക. ഇതിനുള്ളതും കൂടി ഞാൻ അരച്ചും കൂടെ ചതച്ചും കൂടെ എടുക്കാം, ചക്കപ്പുഴുക്കിനുള്ള. അമ്മ ചക്കയ്ക്ക് അരപ്പൊന്ന് ചതച്ചെടുക്കാനായിട്ട് പോയി. കാന്താരി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കുരുമുളക്, ജീരകം, ചെറിയുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, തേങ്ങ ഇത്രയായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളിതിൽ കുരുമുളകും അതുപോലെ തന്നെ ജീരകവും കറിവേപ്പിലയൊക്കെ ഇച്ചിരി നന്നായിട്ട് എടുക്കും കേട്ടോ. ഓരോ മണവും നല്ല ടേസ്റ്റാട്ടോ ചക്കയ്ക്ക് അത് വരുമ്പോൾ. അപ്പോൾ ആദ്യം ഇത് കുരുമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നായിട്ട് അരച്ചെടുക്കും കേട്ടോ, കാന്താരിയൊക്കെ. പിന്നെ കറിവേപ്പിലയും വെച്ചിട്ടൊന്ന് ചതച്ച്, പിന്നെ തേങ്ങയും കൂടെ വെച്ച് അരക്കത്തില്ല, ഒന്ന് ചതച്ചെടുക്കത്തേ ഉള്ളൂ കേട്ടോ. നമ്മൾ അരകല്ലിൽ ചതച്ചെടുക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ചതഞ്ഞ് കിട്ടും കേട്ടോ. ഒന്നും അധികമായിട്ട് അരഞ്ഞു പോകത്തുമില്ല. കറിവേപ്പിലയൊക്കെ ആണെങ്കിൽ അത് പാകത്തിന് എത്രയാണ് ചതയേണ്ടത് അത്രയും ചതച്ചെടുക്കാനായിട്ട് വരും. ഇപ്പം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ചക്ക അടുപ്പത്ത് വെക്കാതെ ഒരു കലം ആയിട്ടുണ്ട്. പക്ഷെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ചുങ്ങി വരും കേട്ടോ. നമുക്ക് അരപ്പോട് ചേർക്കാം. ചതച്ചെടുത്ത അരപ്പ് ഇപ്പം തന്നെ വെക്കുക കേട്ടോ. കറിവേപ്പിലേക്ക് കുറച്ച് നന്നായിട്ടിട്ടുണ്ട്.
നന്നായിട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തുടുപ്പ് വെച്ച് നന്നായിട്ട് ഇളക്കിയും കൂടെ എടുക്കാം. കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് വെക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. ചക്ക കഴിക്കാനായിട്ട് എടുത്തു കേട്ടോ. മീൻകറിയും നീട്ടി വെച്ച മീൻകറിയും ചക്കയും കൂട്ടി കഴിക്കട്ടെ. കഴിക്കട്ടെ എല്ലാവരും. നല്ല എരിവുണ്ട്. ചൂട് ചക്കയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ കാപ്പിക്കുരു പറിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാപ്പിക്കുരു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കാപ്പി പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ ഇവിടെ അമ്മയ്ക്കും അച്ഛക്കൊക്കെ കാപ്പിപ്പൊടിയുണ്ട്. കാപ്പി പൊടിക്കുന്നതായിട്ട് കൂടുതൽ ഇഷ്ടം. അത് നമ്മുടെ വീട്ടിൽ പൊടിച്ച കാപ്പിപ്പൊടിയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇനി പൊടി തീരുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാങ്ങും. പക്ഷെ ആ ഒരു കാപ്പിക്ക് നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന കാപ്പിപ്പൊടിയും നമ്മൾ നല്ല വ്യത്യാസമാണ്. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കാപ്പിപ്പൊടി തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം കാപ്പി ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പരിപ്പായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പ് നമ്മൾ പെറുക്കുന്ന പരിപ്പ് നമ്മൾ കൊടുക്കാണ്ട് അതെടുത്ത് വെച്ചാൽ പരിപ്പ് തന്നെയായിട്ട് കൊടുക്കുകയാണെങ്കിൽ വില കിട്ടും, നല്ല കുറച്ചുകൂടെ വില കിട്ടുമേ. അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഉള്ളത് അതും കൂടെ നമുക്ക് കുത്തി വറക്കണം. വറുത്ത് പിന്നെ നമ്മൾ പൊടിപ്പിക്കാനായിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കാപ്പിക്കുരു പൊടിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് അത്യാവശ്യം ഏലക്ക, ജീരകം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് പൊടിപ്പിക്കൽ. നമുക്കൊരു ഉരൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കല്ലിൻ്റെ. അപ്പോൾ അതിലിട്ടിട്ടാട്ടോ ഇപ്പോൾ നമ്മൾ കുത്തിയെടുക്കാനായിട്ട് പോകുന്നത്. ഇതാട്ടോ കല്ലിൻ്റെ ഉരൽ നമുക്ക് കിട്ടിയതാട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ളത്. സൈഡൊക്കെ കുറച്ച് പൊട്ടിയിട്ടുണ്ട്. നല്ല വെയിറ്റ് വേണേ. നന്ന വൃത്തിയായിട്ട് കഴുകിയെടുത്ത ഇന്നലെ കഴുകി ഉണക്കി വെച്ചാട്ടോ കാപ്പിക്കുരുവിനകത്തിട്ട് ഇടിക്കാം. വെയിലത്തിട്ട് ചൂടാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കുത്തുന്നത്. കുറച്ചുകൂടെ വേഗം തോലൊക്കെ പോകാനായിട്ട് നല്ലതെന്നാണ് പറഞ്ഞത്. കുറച്ച് വേഗം പോകുന്നുണ്ട്. പൊടിയുണ്ട് കേട്ടോ, നല്ല പൊടിയാണ്. ഇത്രയും കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാപ്പിക്കുരുവിൻ്റെ കുറേ തോലൊക്കെ പോയിട്ടുണ്ട്. ഇനി പാറ്റി ഇതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞ് വീണ്ടും ഇട്ട് കുത്തണമെന്ന് പറഞ്ഞേ. കുത്തിയത് വാരുവാണേ. കാപ്പിക്കുരുവിലെ പൊടിയും തോലും അതൊക്കെ പാറ്റി കളയുവാണ്. ഇനി പരിപ്പ് മാത്രം എടുത്ത് വീണ്ടും ഒന്നുകൂടെ കുത്തണത്. ഇത് കാപ്പി പരിപ്പുള്ളത് കുത്തിയെടുക്കുവാണ്. ഇപ്പോൾ പരിപ്പായിട്ട് പെറുക്കി വെച്ചതായിരുന്നേ. ഇതിൻ്റെയും പുറമേ ഉള്ള ആ തോലത്തുണ്ട്, അത് കളഞ്ഞ് വേണം വറക്കാനായിട്ട്. പരിപ്പ് കുത്തിയിട്ടോ, കുത്തിയിട്ട് വാരി എടുക്കുവാണേ. ഇതാണ്ടോ പുറമേ ഉള്ള തൊണ്ട് വന്നേക്കുന്ന ഇത് പാറ്റണം. പാറ്റിയിട്ട് ഇനിയുണ്ടല്ലോ അമ്മ പോവാൻ. ഇനിയില്ലേ പോവാൻ? നോക്കണം. ഇത് ഇല്ല അതൊക്കെ പോയി. കളർ വ്യത്യാസം. പാറ്റിയെടുക്കണത്. ഞങ്ങൾ കാപ്പിയുടെ തൊണ്ട് ഇപ്പൊ നമ്മൾ കുത്തി പേറ്റി കളഞ്ഞില്ലേ, ആ തൊണ്ട് വില കൊടുത്ത് മേടിക്കുമായിരുന്നു. 25 പൈസ ഒരു പടിക്ക് കൊടുക്കണം. ഒരു പടി എന്ന് പറയുമ്പോൾ 1 ലിറ്ററിന് 1 കിലോ വരില്ല. അത് ലിറ്റർ 1 കിലോ അല്ലല്ലോ. ലിറ്റർ കണക്ക്. ലിറ്റർ കണക്കിന് അളന്നാ മേടിക്കുന്നത്. അവിടെ പോയിട്ട് അത് മേടിച്ചു. അത് ചിലപ്പോൾ 10, 20, 25 ലിറ്ററൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ അത് വറുത്തിട്ട് പൊടിച്ച് കുടിക്കും. അപ്പം അതിന് വല്ല ടേസ്റ്റും ഉണ്ടോ? ഉണ്ട്, കുറച്ച് ടേസ്റ്റ് ഉണ്ട്. അത് കുടിച്ചാൽ ഇത് കുടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നേ. എന്താ അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് കുറവ് പോലെ തോന്നുന്നു. കാരണം അത് മാത്രം കുടിച്ച് ശീലിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കാപ്പിക്കുരുവിലേക്ക് മാറുമ്പോഴേ ഈ ടേസ്റ്റ് നമുക്ക് അത്രയ്ക്ക് പിടിക്കില്ലായിരുന്നു ആദ്യം. അതിന് അത്ര ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുടിച്ച് നോക്കായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ശകലം മല്ലിയും ജീരകവും കൂടി പൊടിച്ച് ചേർക്കും. ഇച്ചിരി ഉലുവയും ഇത്രയും സാധനങ്ങളും കൂടെ പൊടിച്ച് ചേർത്ത് നമ്മൾ കാപ്പി വെച്ച് കുടിച്ചോണ്ടിരുന്നത്. കാപ്പി പിന്നെ വേറൊരു കാര്യം, കാപ്പിയുടെ ഒക്കെ ടേസ്റ്റ് അറിയാം. കാരണം മധുരം മേടിക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് അത് മാത്രമാണല്ലോ അല്ലേ. മാത്രമല്ല, അപ്പൊ നമുക്ക് എന്തിന്റെ ടേസ്റ്റ് ശരിക്കും അറിയാം. മധുരം ഇട്ട് കഴിയുമ്പോൾ മധുരമല്ലേ അറിയുള്ളൂ. കാപ്പി കുരു എന്താ ഈ പണ്ട് കാലത്തൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, കാപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാട്ടോ പറയുന്നത്. കാപ്പിയൊക്കെ ആയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? അതൊക്കെ കഴിഞ്ഞ് പിന്നെ അധികം താമസിക്കാതൊക്കെ ആയി. പിന്നെ കുറെ വർഷങ്ങളൊക്കെ 2-3 വർഷങ്ങളും കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കാപ്പിയൊക്കെ ആയി. ശരി.
കാപ്പി നമ്മൾ പൊടിച്ചിട്ട് വന്നാലും ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ വേണമെങ്കിൽ മല്ലി, ജീരകം, ഏലക്ക നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവറിനനുസരിച്ച് ഇടാം കേട്ടോ. അമ്മ പിന്നെ ഒരുപാട് ഇടലില്ല, നമുക്ക് കാപ്പിയുടെ തന്നെ ടേസ്റ്റ് ഇഷ്ടം. ഇനിയത്തെ കാപ്പിപ്പൊടിയൊക്കെ ഇവിടെ രണ്ടാക്കിയിട്ടാണ്. രണ്ട് അടുക്കള ഇതിനൂടെ. രണ്ടടുക്കള. കാപ്പിക്കുരു മൊത്തം നമ്മൾ കുത്തി അതിൻ്റെ പുറമേയുള്ള തോലൊക്കെ കളഞ്ഞ് പാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഈ കറുത്ത കുരുവില്ലേ, ഇത് പഴയ കുരു, ഇത് പുതിയ കുരുവാണേ. നമ്മൾ സാധാരണ പുതിയ കുരു തന്നെ എടുക്കുക. നമുക്ക് ഉരലൊന്നും ഇടിച്ചെടുക്കാനില്ലാത്തതുകൊണ്ട് ഒലക്ക ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഒലക്ക പോയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടൊക്കെ ആയിരുന്നു പൊടിച്ചുകൊണ്ട് തന്നെ. പല്ലിയാർ വീട്ടിൽ നിന്ന് അപ്പോൾ എടുത്തിട്ട് വന്ന കേട്ടോ ഒലക്ക. പിന്നെ ആട്ടുകല്ലിട്ട് ഇടിക്കുമായിരുന്നു. ഈ ഉരൽ കൊണ്ടുവരാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. കാപ്പിക്കുരു കുറച്ച് പഴയതായിട്ടുണ്ട്, ചിലത് കുഴപ്പമില്ല, പഴയതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക എന്നാണ് നമ്മൾ പറയുന്നേ. നമുക്കതിന് കാപ്പി പൊടിച്ച് കഴിയുമ്പോൾ അറിയാം കേട്ടോ. പിന്നെ വറക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഒരുപാടങ്ങ് കരിഞ്ഞു പോവാതെ കിട്ടുവാണെങ്കിൽ അത്രയും നല്ല കേട്ടോ. കരിഞ്ഞാണെങ്കിൽ ആ ഒരു കുറച്ചുകൂടെ മൂക്കുന്നതിനനുസരിച്ച് കരിയുമ്പോൾ അതിൻ്റെ ഒരു മണവ്യത്യാസം വരുവേ. പിന്നെ നമുക്കിഷ്ടം ഇപ്പം മല്ലിയുടെ മണം ഇഷ്ടമാണ്, ജീരകത്തിൻ്റെ മണം ഇഷ്ടമാണ്, ഏലക്കയുടെ മണം ഇഷ്ടമാണ്. അപ്പോൾ എന്താണോ നമുക്കിഷ്ടമുള്ളത് അത് ഒന്നെങ്കിൽ നമുക്ക് വറുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് പൊടിപ്പിക്കുമ്പോൾ കൊണ്ടുപോകുക, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പൊടിയൊക്കെ പൊടിപ്പിച്ചുകൊണ്ട് പൊടിപ്പിച്ചിട്ട് വന്ന് കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് പൊടിച്ച് ഇതിലോട്ട് ഇട്ടാലും മതി കേട്ടോ. അമ്മയ്ക്ക് തന്നെ മതി എന്നാണ് പറഞ്ഞത്. അപ്പം അമ്മ രണ്ടായിട്ട് എടുത്തു വെക്കാമെന്ന്. എനിക്ക് ജീരകത്തിൻ്റെയും മല്ലിയുടെയും ഏലക്കയുടെയൊക്കെ ആ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് കേട്ടോ. കൊണ്ടുവന്നിട്ട് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടിയിൽ അങ്ങനെ ഇടാം. അമ്മയ്ക്ക് പൊടിയൊന്നും ഇല്ലാതെ കാപ്പിപ്പൊടി മാത്രമായിട്ട് വെക്കാം. ഇനി വറക്കണം ഇത്. നമ്മൾ കുറച്ച് താഴെ വെട്ടിയെടുക്കാനായിട്ട് വന്നതാണേ. അമ്മയും വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു പായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമുക്ക് വലിയ പായ ഉണ്ടാക്കി തരും. നമ്മൾ അന്ന് വെട്ടിയിട്ട് പായ ഉണ്ടാക്കിയിട്ടായിരുന്നു. കുറച്ച് വലിയ പായ നമുക്ക് അടുക്കളയിലൊക്കെ നിലത്തിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്ന് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല പായമാണ് തഴയുടെ പായ. പണ്ട് കാലത്തൊക്കെ എല്ലായിടത്തും ഈ തഴയുടെ പായമായിരുന്നു. ഇപ്പോഴൊന്നും പിന്നെ അതില്ല. അന്ന് ഇത് എടുക്കാനൊന്നും ആർക്കും അറിയത്തുമില്ല. പിന്നെ ആരും അതിനിപ്പം ചെയ്യാറില്ല. എല്ലാവരും പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെയാണ് ഉപയോഗിക്കൽ. പക്ഷെ നമുക്ക് തഴ വെച്ചിട്ട് നല്ല പായകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. തഴ വെട്ടിയെടുക്കണമായിട്ട് അതൊന്നും വെട്ടാത്തതുകൊണ്ട് ഇങ്ങനെ വളർന്ന് മുകളിൽ പോയിരിക്കുക. നമുക്ക് വെട്ടിയെടുക്കണം. തഴയുടെ എല്ലാ സൈഡിലും ഈ ഓലയുടെ എല്ലാ സൈഡിലും മുള്ളുണ്ട്. ഈ തഴയുടെ നടുക്ക് മുകളിലോട്ടും സൈഡിൽ താഴോട്ടും ആട്ടെ എൻ്റെ മുള്ള് എങ്ങനെ പിടിച്ചാലും മുള്ള് കുത്തും. ഇതാണ് ഈ ഓരോ ഓല വേണം കേട്ടോ വെട്ടിയെടുത്ത് കെട്ടിക്കൊണ്ട് പോകാനായിട്ട്. വലിയ തഴയാട്ടോ. മോൾ ഭാഗം നന്നായിട്ട് വളർന്നു പോയിട്ടുണ്ട്. നമുക്ക് അതിന് നല്ല ഓലയാണ് വേണ്ടത്. അപ്പം മുകളിലായിട്ട് തഴ അങ്ങ് ഇട്ടു. ഓരോ ഓലയായിട്ട് കീറിയെടുക്കുകയാണേ. ഓല വെട്ടിയെടുത്ത് കൂട്ടിയിട്ടോ. ഏകദേശം കഴിഞ്ഞ് അമ്മ 2 വെട്ടി, ഞാൻ 1 വെട്ടിയുള്ളൂ. ഇത് മതിയാവുമായിരിക്കും. തികഞ്ഞില്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുത് പിന്നെ ഉണ്ടാക്കാം. 2 ഉണ്ടാക്കാമെന്നായിട്ട് വിചാരിക്കുന്നത്. ചെറുത് പിന്നെ ഉണക്കിയിട്ട് പിന്നെ ഉണ്ടാക്കാം. വലുത് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. തഴ കെട്ടാനായിട്ട് തഴ തന്നെ കീറി എടുത്തേക്കുവാണേ. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കൂടി ഇട്ടിട്ട് കെട്ടാം. തഴ വെച്ച് തന്നെ തഴ കെട്ടിയെടുക്കുവാണേ. നിറയെ മുള്ളാണ്. നോക്കി കെട്ടിയെടുത്തില്ലെങ്കിൽ കയ്യിലൊക്കെ കുത്തും. ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ കുറേ കിട്ടൂടാ. നല്ല കടച്ചിലാണ് ഇത് കുത്തിക്കഴിഞ്ഞാൽ. ഒരു സൈഡിൽ നിന്ന് കയറുമ്പോഴേക്കും അടുത്ത സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് കയറുന്നത്. കാലിലൊക്കെ ചോര വരാൻ തുടങ്ങി. മുള്ളൂത്തി ഒരു പഴയ ഇവിടെ വളം എന്താ കൊണ്ടുവന്ന് ചാക്ക് എടുത്തു കേട്ടോ. തിരിച്ചു വെക്കണ്ടായിരുന്നോ? ചാക്കെടുത്തത് മുള്ളായതുകൊണ്ട് ഒന്ന് പിടിച്ചിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ചാക്ക് ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അതിനായിട്ട് ചാക്കൊന്ന് കീറിയിട്ട് ഇതേപോലെ പൊതിഞ്ഞെടുത്തു.
ഇനി തോടൊക്കെ കടന്ന് വേണം പോവാൻ. ഏതാ തഴ കൊണ്ടുവന്ന് നമ്മുടെ മുറ്റത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുള്ള് കളഞ്ഞ് ചുറ്റിയെടുക്കാം. ഇപ്പം നമുക്ക് ഈ തഴ ഫുള്ള് മുള്ള് കളഞ്ഞെടുക്കാവേ. കുറച്ച് അധികം നേരത്തെ പണിയുണ്ട് ഇത് മുള്ള് കളഞ്ഞെടുക്കൽ. മുള്ള് കളഞ്ഞാൽ പിന്നെ വേഗം ചെയ്യാം കേട്ടോ. മുള്ള് കളയലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തഴയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു കത്തിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. തഴ നെയ്യുന്നവരുടെ അടുത്ത് അമ്മയുടെ അമ്മ തഴപ്പായ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പിന്നെ അമ്മയ്ക്ക് തഴപ്പായ ഉണ്ടാക്കാൻ അങ്ങനെ അറിയത്തില്ല കേട്ടോ. അമ്മ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുന്നത്. തഴപ്പായ ഉണ്ടാക്കുന്നത് മാത്രം. അതിന് സൈഡ് പുറത്ത് കൊടുക്കുക അങ്ങനെ എന്തൊക്കെയോ പണികളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ പായ നെയ്യത്തില്ലായിരുന്നു. വല്യമ്മയ്ക്ക് അറിയാം കേട്ടോ. വല്യമ്മ ചെയ്തുകൊണ്ടിരുന്നതാണ് അമ്മയുടെ ചേച്ചി. അപ്പോൾ വല്യമ്മേനെ കൊണ്ട് നമുക്ക് നെയ്തിക്കാം കേട്ടോ. എന്തോന്ന് ചെയ്ത് പായ നെയ്തെടുക്കാം. വല്യമ്മ എടുത്ത് പറഞ്ഞാൽ വല്യമ്മ ചെയ്തു തരും. എന്താ ഇതിൻ്റെ ഒരുപാട് പൊട്ടിപ്പോയ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചത് നിർത്തും കേട്ടോ. പിന്നെ അതിൻ്റെ താഴോട്ട് എടുക്കത്തില്ല. ഇവിടെ വെച്ച് മുറിച്ച് കളയപ്പോൾ തഴ പുഴുങ്ങിയിട്ടൊക്കെ പായ ഉണ്ടാക്കുന്നു പണ്ട്. അത് ഈ തഴ ഈ കട്ടിലൊക്കെ ഇടാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ എന്തിനു വേണ്ടിയിട്ട് നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് പുഴുങ്ങുന്നത് തഴ. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. മിക്കവാറും ചുറ്റി കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ പുഴുങ്ങുന്നത്. മുള്ളോടുകൂടിയൊന്നും പുഴുങ്ങൽ നടക്കില്ലല്ലോ. നടുവിലെയും സൈഡിലെയൊക്കെ മുള്ള് കളഞ്ഞ് 2 പീസായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ മുള്ള് നമുക്കിങ്ങനെ ചീകിയെടുക്കാം. വലിയ മുള്ളാട്ടോ. കത്തിയുടെ മൂർച്ചയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള നാരുകൾ. അപ്പം അങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ മുറിച്ചാൽ പൊതുവെ കത്തിയുടെ മൂർച്ച പോകും. മഞ്ഞളൊക്കെ മുറിച്ചാലും കത്തിയുടെ മൂർച്ച പോകും. മഞ്ഞളിന് ഒരു മെഴുക് പോലൊരു സംഭവമുണ്ട്. അപ്പോൾ അതിങ്ങനെ ആവുന്നതിനനുസരിച്ച് പിന്നെ കത്തി മുറിയാതാവും. 2 സൈഡിലെ മുള്ള് കളഞ്ഞു. ഇന്ന് അടുക്കത്തെ മുള്ളും കൂടെ കളയുവാണ്. 2 പേര് കൂടി ചെയ്ത് എത്ര നേരം ആവുമെന്ന് അറിയില്ല കേട്ടോ. മുള്ളും കളഞ്ഞ് കിട്ടിയായിരുന്നെങ്കിൽ പിന്നെ ചുറ്റൽ വലിയ പണിയില്ല. ചുറ്റിയെടുക്കുക. മുള്ള് കളയിലാണ്. തഴ നമ്മൾ ഫുള്ള് മുള്ള് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്ര തഴയാട്ടോ കിട്ടിയത്. ഇതിൽ കുറേ വേസ്റ്റ് ഉണ്ട്. കുറച്ച് മൂത്ത തഴ. അതിൻ്റെ ഒരുപാട് മൂപ്പായതാണെങ്കിൽ ഈ തഴ ഇനിയും ഉണക്കി കഴിയുമ്പോൾ ചീകും കത്തി വെച്ച്. അപ്പോൾ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഒരുപാട് മൂക്കാത്ത തഴയാണ് കേട്ടോ നല്ലത്. തീരെ പിഞ്ചുമല്ല, എന്നാൽ ഒരുപാട് മൂത്തും കൊള്ളത്തില്ല. മൂത്തൊക്കെ ഇത് എവിടെ ഇട്ടിട്ടുണ്ട്. നിറയെ മുള്ള. ഇത് ഇനി എവിടെയെങ്കിലും കൊണ്ട് കത്തിച്ച് കളയലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ എവിടെയൊന്നും ആയിട്ട് ഇടാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഇതൊന്ന് വാരിക്കൊണ്ട് കളയാനായിട്ടും പാടാണ്. നമുക്ക് കത്തിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയും കൊണ്ടുപോകണം. ചാക്കിലോ എങ്ങനെയൊക്കെ വാരി വെച്ച് അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഇത് കത്തിച്ചും കളയണം. ഇത്രയും താഴെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ചുറ്റിയും കൂടി എടുക്കണം. തഴ ചുറ്റാനായിട്ട് പോവുകയാണേ. അപ്പോൾ അതിന് നമ്മളൊന്ന് 3ആയിട്ട് ഇതിനെ മടക്കുന്നുണ്ട്. ആദ്യം മടക്കിയിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത്. ത്രികോണം പോലെ ആക്കിയിട്ട് പിന്നെ വലിച്ച് അതിൽ ചുറ്റുമായിട്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഊരിപ്പോവാതെ അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് വലിച്ച് വെച്ചിട്ട് വേണം ചുറ്റിയെടുക്കാൻ. കൈകൊണ്ട് അങ്ങനെ വലിച്ച് ചുറ്റിയെടുക്കണേ. ചുറ്റി തീരാറാകുമ്പോൾ നമ്മൾ അടുത്തത് ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കും. ഇതേപോലെ ഇതിങ്ങനെ ചുറ്റുമാണ് ചെയ്യുന്നത്. കുറച്ചായപ്പോൾ ഒരു കെട്ട് കെട്ടി. ചുറ്റാൻ വലിയ കാര്യമായിട്ടൊന്നും അറിയാത്തതുകൊണ്ട് അഴിഞ്ഞു പോകുന്നത്. ഒരു കെട്ട് കൊടുത്തു. അപ്പം ഇത്ര ആയിട്ടാണ്. പിന്നെ ഒന്ന് ബാക്കി ചുറ്റിയെടുക്കണ്ടേ. ലാസ്റ്റത്തെയാണ് കേട്ടോ ഇത്. മൊത്തം ചുറ്റി വന്നപ്പോൾ 5 എണ്ണം ഉണ്ടായിരുന്നു. ഒരുപാട്
വലുപ്പത്തിൽ ചുറ്റുമ്പോഴേ കയ്യിൽ പിടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒതുങ്ങത്തില്ല കേട്ടോ കൈയുടെ ഉള്ളിലെ. വേണ്ട, ഇതൊന്ന് വലുത്, ഇതൊന്ന് വലുത്. ഈ 2 ഉള്ള ചെറുതായിട്ട് ചുറ്റിയെടുത്തേക്കുന്നത്. പിന്നെ ഇതൊന്നും കൂടെ ഉണ്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലുപ്പമുണ്ടേ. ഇനി 2-3 ഓലയും കൂടെ ഉള്ളു. ചുറ്റി കഴിഞ്ഞു. വലിയൊരു പണിയാട്ടോ ഇത്. നമുക്ക് നല്ല പണ്ടത്തെ തഴപ്പായ പണ്ടൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. വീട്ടിലൊന്നും ആരും ഉണ്ടാക്കിയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ എന്നൊന്നും അറിയത്തില്ല. അമ്മൂമ്മയൊക്കെ ഈ ആലപ്പുഴ ഭാഗത്തൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. കോട്ടയത്തൊക്കെ എല്ലായിടത്തും ഇത് ഉണ്ടാവുമെന്നൊക്കെ അമ്മ പറയാൻ കേട്ടിട്ടുണ്ട്. അമ്മയും അച്ഛയൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നോ എന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ പണ്ട് പുൽപ്പായ, തഴപ്പായ അതൊക്കെ തന്നെ ആയിരുന്നല്ലോ പണ്ട് കാലങ്ങളിൽ. അറിയാവുന്ന പോലെയൊക്കെ അമ്മ പറഞ്ഞു തന്ന പോലെയൊക്കെ ഏകദേശം ചുറ്റിയിട്ടുണ്ട്. അന്ന് ഇതുപോലെയൊക്കെ ആയിരുന്നു കേട്ടോ ചുറ്റിയെടുത്തിരുന്നത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു ചുറ്റിയെടുത്തപ്പോഴൊന്നും. ഇനി കെട്ടട്ടെ ഇത്. ഈ പായ എപ്പോഴും ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാൽ ഇത് ഉണക്കണം വെയിലത്തിട്ടിട്ട്. നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടിയാവും. കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് മഞ്ഞത്തിട്ട് ഒന്ന് മയപ്പെടുത്തണം. ഈ ഓലേനെ മഞ്ഞത്തിട്ട് മയപ്പെടുത്തി കഴിഞ്ഞ് പിന്നെ നമ്മൾ കത്തി വെച്ച് ഇത് പയ്യെ ഒന്ന് ചീകി കൊടുക്കും. ചീകി പിന്നെ കീറും. 2 3 കീറും. 3 സാധാരണ കീറുക. എത്ര ചെറുതായിട്ട് കീറുന്നോ അത്രയും ഭംഗി ഉണ്ടാവുന്ന കേട്ടോ പറയുന്നത്. എന്നിട്ട് 3 കീറി ആണ് പായ ഉണ്ടാക്കുക കേട്ടോ. പിന്നെ നെയ്യ് എടുക്കണം. നമുക്ക് വീഡിയോയിൽ നെയ്യാൻ പോകുമ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ. നമ്മൾ ചുറ്റിയെടുത്തത് 5 എണ്ണം. ഇത് നമുക്ക് വെയിലത്തോട്ടിടാവേ. വൈനിടാനായിട്ട് നക്ഷത്രപ്പൊടി ഒരു 3 മുറിച്ചെടുക്കാവേ. ഒരുപാട് വലുപ്പമുണ്ട്. പാത്രത്തിൽ കൊള്ളാൻ പാടായിരിക്കും. 3 മുറിച്ചെടുത്തിട്ട് ഇടാം. പച്ച ഇട്ടാലാണോ നല്ലത് പഴുത്തിട്ടാണോ നല്ലതെന്ന് അറിയില്ല കേട്ടോ. ചേട്ടൻ പറഞ്ഞാണ് ഇതിങ്ങനെ അരിഷ്ടം ഇടാന്ന്. നമ്മൾ പോയി പറിച്ചിട്ട് വന്നേ. നമ്മൾ രണ്ടും മിക്സ് ചെയ്തിട്ടാട്ടോ ഇടുന്നത്. ഇപ്പോൾ അരിഷ്ടമല്ല, വൈൻ. ഞാൻ തന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് തിരുത്താം. കുരു അവിടെ ഇവിടെയൊക്കെ ഓരോ കുരുവുണ്ട് കേട്ടോ. കുഴപ്പമില്ല, കുരു ഉണ്ടെങ്കിലും. ഒരു കുപ്പിയിലാക്കിയിട്ടോ. അത് 2ാമത്തെ കുപ്പിയിലാണ്. ഈ കുപ്പിയിൽ ആക്കാനുള്ളതുണ്ട്. അതൊന്ന് മുറിച്ചിട്ട് വേറെയുള്ള കുപ്പികളിൽ ഇട്ട് വെക്കണം. ചെറുതാക്കി അരിയാണെങ്കിൽ കുറച്ചുകൂടെ ഇടായിരുന്നു കേട്ടോ. ശേഷം ഒന്ന് ചുമ്മാരി ചിലപ്പോൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ബാക്കി അരിഞ്ഞു ഇതാണ്. ഇതിലോട്ട് പഞ്ചസാര കേട്ടോ ഇടുന്നത്. ചട്ടി കഴിഞ്ഞ് എല്ലായിടത്തും എത്തിക്കോളൂ കേട്ടോ. ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ടാവും. കഷ്ണങ്ങളായതുകൊണ്ടേ ഗ്യാപ്പ് ഉണ്ടല്ലോ. മിക്സ് ചെയ്യാം. ഈ ചോറുണ്ട് കറിക്കപ്പം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അങ്ങനെ വലിയ പാത്രത്തിൽ കിട്ടുക. അങ്ങനെ പച്ചരിട്ട് അയ്യം പോകട്ടോ ബാക്കിയുള്ള. ഇപ്പം അറിയുന്നില്ല. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ ബാക്കിയും കൂടെ അരിഞ്ഞിടാമെന്ന് വിചാരിച്ചു. ഇന്ന് കുറച്ച് സമയം പോയില്ലായിരുന്നു കേട്ടോ. ഓരോ പണികൾ രാവിലെ പറിക്കാൻ പോയപ്പോൾ തന്നെ കുറച്ച് സമയം പോയി. നമ്മൾ താഴെ ചുറ്റിയെടുക്കാനും മുള്ള് കളയാനും ഒരുപാട് സമയം പോയായിരുന്നു. കുറച്ചിട്ടിട്ട് നിർത്തിയേ. രാത്രി ഇരുന്ന് സമാധാനത്തിൽ അരിഞ്ഞിടാലോ. അതാണ് പിന്നെ ഒരു കുഴപ്പമില്ല. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നല്ലൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒരു തണുപ്പുള്ള ദിവസം. ചില ദിവസം ഈ സമയമാകുമ്പോഴത്തേക്ക് ചൂടായിരിക്കും. എന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. ഇപ്പം മിക്കവാറും ദിവസങ്ങളിൽ മഴ കിട്ടുന്നുണ്ട്. വേനലിൻ്റെ ഒരു ഇതൊന്നും തോന്നലില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെ ചൂടൊക്കെ തോന്നലുള്ളൂ. എത്ര ചൂടാണെങ്കിലും രാത്രി ആകുമ്പോഴത്തേക്കൊരു
തണുപ്പ് വരും. ഇന്ന് അത്യാവശ്യം തണുപ്പുമുണ്ട്. കുഞ്ഞുങ്ങൾ അമ്മയച്ചയൊക്കെ ഉണ്ടിട്ട് ഉള്ളിൽ. കുഞ്ഞനവിടെ നിലത്ത് കിടക്കുന്നു, ഒരു TV കാണുന്നു. അപ്പം നമുക്ക് ഇത് അരിയാം. അപ്പം അമ്മ കുറച്ചെടുത്തിട്ട് പോയിട്ട് അരിയാനായിട്ട് അമ്മ TV കണ്ടുകൊണ്ട് അരിയുന്നു. അപ്പോൾ ഇത് വലിയ കൊട്ടയിലുണ്ട്, ചെറിയ കൊട്ടയിലുണ്ട്, ഇനിയും ഉണ്ട് കേട്ടോ. അമ്മ ഒരു കൊട്ടയിൽ വേറെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് അരിയുന്നുണ്ട്. നമുക്കത് അരിഞ്ഞ് നമ്മുടെ കുപ്പിയുടെ പാത്രങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കുപ്പിയുടെ പാത്രം ഇല്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കുപ്പി ഇല്ലാത്തതുകൊണ്ടാണ്, ചെറിയ കുപ്പികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, വലിയ കുപ്പികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇടുന്നതെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നൊരു താത്ത നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്ത് വെച്ചിട്ട് ആ കുപ്പിയും പിന്നെ 2 ചില്ലു കുപ്പിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചില്ലു കുപ്പി എന്നാലും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ കഴിയും. അച്ചാറൊക്കെ ഇട്ട് വെക്കുമ്പോഴേ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഇട്ട് തന്ന കുപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ആയിട്ടാട്ടോ ഇടുന്നത്. എന്നിട്ടത് കണ്ട് ഓർത്ത് വെച്ച് നമുക്ക് വേണ്ടി കുപ്പിയൊക്കെ എടുത്ത് വെച്ച് കൊണ്ടു തന്നു. ഒരു വലിയ കുപ്പി നിറച്ചു കേട്ടോ. അത് വലിയതായിട്ടാണ് അരിഞ്ഞിട്ടത്. അരിഞ്ഞ് ലാസ്റ്റ് മടുത്തു. അപ്പോൾ വലുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് ഇതൊക്കെ കുഞ്ഞതായിട്ട് അരിഞ്ഞാണ്. ശരിക്കും നക്ഷത്രത്തിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇതിനി വാരിയിട്ട് നിറയ്ക്കണം. മുച്ചുക്കുട്ടൻ ഉറങ്ങിയായിരുന്നേ, എഴുന്നേക്കാറായെന്ന് തോന്നുന്നുണ്ട്. നിറഞ്ഞു ഇത്. ഈ നക്ഷത്രപ്പുളി ഒരുപാട് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഇത് ഫുൾ അരിഷ്ടമിട്ടു എന്ന് വെച്ചാൽ ഈ വൈനിട്ടു എന്ന് വെച്ചിട്ട് മൊത്തം എടുത്ത് അങ്ങനെ കുടിക്കുകയൊന്നുമില്ല, വല്ലപ്പോഴും കേട്ടോ. ഇതൊന്നും കേട് വരത്തില്ല, എത്ര കാലം വെച്ചാലും അതിന് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ഇടുമ്പോൾ നമ്മൾ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് പണിയെടുക്കുമ്പോൾ കുറച്ച് അധികം ഇട്ട് വെക്കുന്നു. പിന്നെ നെല്ലിക്ക എന്നൊക്കെ പറയുമ്പോൾ അത് വേഗം കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടും, പിന്നെ പറഞ്ഞില്ലായിരുന്നോ അവിടെ ഇവിടെ കൊടുക്കാണ്ടായിരുന്നു, ആരെങ്കിലൊക്കെ ഇടുമ്പോൾ നമുക്കും തരും കേട്ടോ കുറേശ്ശേ. അപ്പോൾ അവർക്കും കൊടുക്കണ്ടേ നമ്മൾ, അങ്ങനെയൊക്കെ കൊടുത്തിട്ട് തീർന്നായിരുന്നു. ഇതും അതേപോലെ തന്നെ ഇടുമ്പോൾ നമ്മളിപ്പം മാമൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നേ, മാമനും അവിടെയൊക്കെ കൊടുക്കണം. പിന്നെ കുറച്ചുണ്ടാവും, അത് വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഈ വൈനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ദഹനത്തിന് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഇത്തിരി കഴിക്കുകയാണ് നല്ലത് കേട്ടോ. വേഗം ദഹിക്കും. അങ്ങനെയൊക്കെ തന്നെ കഴിക്കുള്ളൂ, ഒരു ഇച്ചിരി കഴിക്കുള്ളൂ കേട്ടോ. ഒരു 1/4 ഗ്ലാസ് അത്രയൊക്കെ തന്നെ കഴിക്കത്തുള്ളൂ, ഒരുപാടൊന്നും കഴിക്കത്തൊന്നുമില്ല. ഇതിനകത്ത് അങ്ങാടി മരുന്നും കൂടി ഇടണം കേട്ടോ. അങ്ങാടി മരുന്ന് വാങ്ങിയിട്ടില്ല, അങ്ങാടി മരുന്ന് വാങ്ങണം ഇനി. നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് വരുമ്പോൾ ഇടാം. നമുക്ക് ഈ ചില്ലിൻ്റെ തന്നെ ഗ്ലാസിൻ്റെ തന്നെ ഇങ്ങനെ വലിയ കുപ്പികളൊക്കെ വാങ്ങാൻ കിട്ടുമെന്നുള്ളതൊന്നും പറയണേ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ കൂടിപ്പോയ ഒരു 10 ലിറ്ററിൻ്റെ കുപ്പി, അതിൽ കൂടുതൽ വലുതൊന്നും കണ്ടിട്ടില്ലേ. വലിയ കുപ്പികളൊക്കെ വാങ്ങാൻ കിട്ടുമെന്ന്, അതിൽ എവിടെ കിട്ടുക എന്നുള്ളതൊന്നും പറയണേ. നമ്മുടെ അടുത്ത് കിട്ടാൻ ചാൻസ് ഇല്ല. ഞാനങ്ങനെ നോക്കിയിട്ടുണ്ട് കേട്ടോ, എവിടെയെങ്കിലൊക്കെ കിട്ടുമെന്ന് പോകുമ്പോഴൊക്കെ. പക്ഷെ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ എവിടെയെങ്കിലും കിട്ടുമെന്നുള്ളതൊന്നും പറയണേ. അപ്പോൾ 2 കുപ്പി ഫുള്ളായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാരയും കൂടി ഇട്ടു കേട്ടോ. ഇതിൽ പഞ്ചസാര ഇട്ടു കേട്ടോ, അതിലും കൂടി ഇടുവാണേ. എന്നിട്ട് നമുക്ക് അടച്ചെടുത്ത് പൊക്കത്തെടുത്ത് വെക്കാം, അവിടെ ഇരിക്കട്ടെ. 40-45 ദിവസമൊക്കെ കഴിയുമ്പോൾ എടുക്കാവേ. ഏകദേശം നമുക്ക് കാണുമ്പോൾ അറിയാം അത് ചുങ്ങിയിട്ടുണ്ടോയെന്ന്. അതൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ എടുക്കലേ. അവിടെ ഇരിക്കട്ടെ, അടച്ചെടുത്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ പിന്നെ രാത്രി കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കില്ല. എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ടോ സാലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം, എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിക്കണം. പിന്നെ ഒക്കെ ഞങ്ങൾ കിടക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ.